2025 തൊട്ട് പ്രാബല്യത്തിൽ വരുന്ന നിയമങ്ങളെ കുറിച്ച് പറയാം. ആദ്യം തന്നെ പറയുന്നത് 17 വയസ്സുള്ളവർക്ക് ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യുവാൻ വേണ്ടി സാധിക്കും. 2025 ജാനുവരി തൊട്ട് 17 വയസ്സുള്ളവർക്ക് ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യുവാൻ വേണ്ടി സാധിക്കും. അടുത്തതായി പറയുന്നത് ട്രാഫിക് നിയമ ലംഘനങ്ങൾക്കുള്ള പിഴകളിൽ വരുന്ന ശക്തമായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചാണ്. മദ്യപിച്ച് വാഹനം ഓടിച്ചാലുള്ള ശിക്ഷ 1,00,000 ദിർഹം ഫൈനും അതുപോലെ 2 വർഷത്തെ തടവ് ശിക്ഷയും ഉണ്ടായിരിക്കും. അതുപോലെ ഒരു വ്യക്തികളെ വാഹനം ഇടിച്ച് ആ വാഹനം നിർത്താതെ പോയിട്ടുണ്ടെങ്കിലുള്ള ശിക്ഷ 1,00,000 ദിർഹം ഫൈനും 2 വർഷത്തെ തടവ് ശിക്ഷയും ഉണ്ടായിരിക്കും. അശ്രദ്ധമായ റോഡ് മുറിച്ച് കടന്നാൽ വലിയ രീതിയിലുള്ള ട്രാഫിക് നിയമ ലംഘനമാണ്. ഇതിനുള്ള ഫൈൻ എന്ന് പറയുന്നത് 5,000 ദിർഹം തൊട്ട് 10,000 ദിർഹം വരെ ഫൈനായിട്ട് ഈടാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് യുഎയിൽ എമിറേറ്റൈസേഷൻ ടാർഗറ്റ്. 50-ൽ കൂടുതൽ ആളുകൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ 2% പേരെങ്കിലും സ്വദേശികളാവണമെന്നുള്ള നിയമം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പറയുന്നത് 29 തൊട്ട് 49 വരെ തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ ഏകദേശം 8% ലോക്കൽസിന്, അതായത് ഇവിടുത്തെ ഇമാരാത്തി സ്റ്റാഫിനെ നിയമിക്കണം എന്നുള്ള ഒരു കാര്യമാണ് എടുത്തു പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ എമിറേറ്റിലും നിലവിലുള്ള വിസ പുതുക്കാനും പുതിയ വിസ എടുക്കുന്നതിനും ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമാക്കി. ഫുജേറ, അജ്മാൻ, റാസൽ കൈമ, ഉമ്മുൽ ഖുവൈൻ, ഷാർജ തുടങ്ങിയിട്ടുള്ള ബാക്കി എമിറേറ്റുകൾ കൂടി വിസ എടുക്കുന്നതിനും വിസ പുതുക്കുന്നതിനും ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമാക്കി. ആൻഡ് ലാസ്റ്റ് എടുത്തു പറയേണ്ട ഒരു കാര്യം, സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിനുള്ള നിരോധനമാണ്. ശക്തമായിട്ടുള്ള നിരോധനമാണ് യുഎയിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ നിയമങ്ങളാണ് 2025 തൊട്ട് യുഎയിൽ പ്രാബല്യത്തിൽ വരാൻ പോകുന്നത്. ഫോർ മോർ അപ്ഡേറ്റ്സ് സ്റ്റേ ട്യൂൺഡ്.